So we will be discussing some of the important topics of the basic informatics. അപ്പോൾ നമ്മളൊരു 3 വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതിൻ്റെ ആ 3 വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അതാദ്യം കാണുക. എന്നിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അർത്തമെറ്റിക് ഓപ്പറേഷൻസ് ഇൻ എക്സൽ എന്നത് ഭാഗം നമ്മൾ പഠിച്ചിരുന്നു. പ്ലസ് മൈനസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെയുള്ള കുറച്ച് കോമ ആ കൺസെപ്റ്റെല്ലാം നമ്മൾ പഠിച്ചു. അതുപോലെ ഫുൾ കോളനും. ഇനി കുറച്ച് അല്ലാതെ അർത്തമെറ്റിക് ഓപ്പറേഷൻസ് അല്ലാതെ വേറെയും കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട് നമ്മുടെ എക്സൽ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനെയാണ് ഓപ്പറേറ്റേഴ്സ് ഇൻ എക്സൽ എന്ന്. വാട്ട് ആർ ദ മേജർ ഓപ്പറേറ്റേഴ്സ് ഇൻ എക്സൽ എന്ന് ചോദിച്ചാൽ വൺ ഈസ് അർത്തമെറ്റിക്, ദർ ആർ സം അതർ ടു. Okay, so we are discussing that. So operators in Excel specifies the type of calculation to be performed on a given set of values. നമുക്ക് എക്സലിൽ കുറച്ച് വാല്യൂസ് ഉണ്ടാവും. അതിനെ നമ്മൾ പല രീതിയിലുള്ള ഓപ്പറേഷൻസ് ചെയ്യും അല്ലേ, പല രീതിയിലുള്ള കാൽക്കുലേഷൻസ് ആവശ്യമുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ്, ആ ടൈപ്പ് ഓഫ് കാൽക്കുലേഷനെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദ ന്യൂമറിക്കൽ വാല്യൂസ് ഓൺലി. വി ക്യാൻ യൂസ് ഓപ്പറേറ്റേഴ്സ് ഓവർ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് അതർ ദാൻ ദ ന്യൂമറിക്കൽ. നമുക്ക് ന്യൂമറിക്കലിന് മാത്രമല്ല, നമ്മൾ നോർമലി മാത്തമാറ്റിക്സിലൊക്കെ ന്യൂമറിക്കലിന് മാത്രമാണ് ഈ ഒരു ഓപ്പറേറ്റേഴ്സ് പ്ലസ് മൈനസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ എക്സൽ വി ക്യാൻ ഡൂ ഇറ്റ് ഫോർ സം കൈൻഡ് ഓഫ് ഡേറ്റ ഓർ ടെക്സ്റ്റ്. ക്യാരക്ടർ ഡേറ്റയ്ക്കും ടെക്സ്റ്റിനും വേണ്ടിയിട്ട് വരെ നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എക്സലിൽ. സോ എക്സൽ ഹാസ് എ വൈഡ് ഓർ എ റിച്ച് വെറൈറ്റി ഓഫ് ദ ഓപ്പറേറ്റേഴ്സ് ടു perform calculation actions on a given set of data. In this article we will see what the different type of Excel operators are and how to use it on a daily basis. നമുക്ക് കുറച്ച് ഓപ്പറേറ്റേഴ്സിനെ കാണാം. അപ്പോൾ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെയാണ് അർത്തമെറ്റിക് ഓപ്പറേഷൻസ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു, പ്ലസ് മൈനസ് ആൻഡ് ഓൾ. Then second one is logical or comparison operators. Second is logical or comparison operators. Third one is text concatenation operation and fourth one is reference operation. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് അർത്തമെറ്റിക് ഓപ്പറേഷൻ. അർത്തമെറ്റിക് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ they are used for addition, subtraction, multiplication and division. As can be suggested, this set of operation can be used for numerical calculation. ന്യൂമറിക്കലിന് മാത്രമേ നമുക്ക് അർത്തമെറ്റിക്കിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് ടൈപ്പ് ഇസ് ലോജിക്കൽ ഓർ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദിസ് ഇസ് യൂസ്ഡ് ഇൻ എക്സൽ ടു ലോജിക്കലി കമ്പയർ ദ ടു വാല്യൂസ്, ന്യൂമറിക്കൽ ഓർ ടെക്സ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുക. ദീസ് ഓപ്പറേറ്റേഴ്സ് കമ്പയർ ടു വാല്യൂസ് പ്രൊവൈഡഡ് ത്രൂ ദ സെൽ സെപ്പറേറ്റ്ലി ആൻഡ് റിട്ടേൺ എ ലോജിക്കൽ ഔട്ട്പുട്ട് ആസ് ട്രൂ ഓർ ഫോൾസ്. നമ്മൾ ആൻഡ് ഓർ ഓപ്പറേറ്റേഴ്സ് പഠിച്ചിരുന്നു അല്ലേ. ആൻഡ് ഓർ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താ, ട്രൂ ഫോൾസ് എന്ന കൺസെപ്റ്റിലാണ് വരുന്നത്. ആ രണ്ടെണ്ണം ട്രൂ ഫോൾസ് എന്നത് എടുക്കുന്നത് ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ അല്ലല്ലോ, 2 വാല്യൂസ് ആണ് അല്ലേ. ആ 2 വാല്യൂസിനെ എടുക്കുമ്പോൾ ടെക്സ്റ്റ് ആവാം അല്ലെങ്കിൽ ഒരു ഡേറ്റ ആവാം. ദർ ഇസ് നോ ഡിഫറൻസ് അല്ല, നോ കമ്പൽസറി ദാറ്റ് ഇറ്റ് ഷുഡ് ബി എ നമ്പർ ടു സേ ഇറ്റ് ഇസ് എ ട്രൂ ഓർ ഫോൾസ് അല്ലേ. ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ട്രൂ ഓർ ഫോൾസ് എന്ന രീതിയിൽ പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ലോജിക്കലിന് കിട്ടുന്ന റിസൾട്ട്സ് ട്രൂ ഓർ ഫോൾസ് എന്ന റിസൾട്ട്സ് ആയിരിക്കും. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുക. തേർഡ് വൺ ആണ് ടെക്സ്റ്റ് ഓപ്പറേറ്റേഴ്സ്. സോ എക്സൽ ഹാസ് വൺ ഓപ്പറേറ്റർ വിച്ച് ഹെൽപ്സ് ടു ജോയിൻ ഇൻ 2 or more text strings or produce a single text line. നമ്മൾ 2-3 ടെക്സ്റ്റ് സ്ട്രിങ്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ടെക്സ്റ്റ് ലൈനോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ, എക്സൽ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററിനെയാണ് ടെക്സ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുക. വി ക്യാൻ യൂസ് ദ ആൻഡ് ഓപ്പറേറ്റർ ടു ആംപർസാൻഡ് എന്ന സിമ്പിൾ ഇല്ലേ, ആ ഒരു ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 സ്ട്രിങ്സിനെ ഒറ്റയാക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 ചെറിയ വാക്കുകളെ ഒരുമിച്ചാക്കി നമുക്കൊരു സിംഗിൾ ലൈൻ ആക്കാൻ വേണ്ടി നമ്മൾ ആൻഡ് എന്ന സിമ്പിൾ, അതിനെ നമ്മൾ ആംപർസാൻഡ് എന്നാണ് പറയുക. ആ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സലിൽ ടെക്സ്റ്റ് ഓപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ എക്സൽ റെഫറൻസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ദീസ് ആർ യൂസ് ടു റെഫർ ടു ദ റേഞ്ച് ഫ്രം യുവർ എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഇൻ ദ ഫോർമുല ലൈക്ക് ഫുൾ കോളൻ, കോമ ആൻഡ് സിംഗിൾ സ്പേസ്. ഇതെല്ലാം റെഫറൻസ് ഓപ്പറേറ്റേഴ്സ് ആണ്. കോളൻ, കോമ ആൻഡ് സിംഗിൾ സ്പേസ്. ഇതിൽ കോമയും അതുപോലെ കോളനും നമ്മളൊന്നുകൂടെ ഓപ്പറേറ്റേഴ്സിൽ പറഞ്ഞാണ്. അപ്പോൾ ഇൻ ഡീറ്റെയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് 4 ക്ലാസിഫിക്കേഷനാണ് പറയേണ്ടത്. അർത്തമെറ്റിക്, ലോജിക്കൽ, ദെൻ ടെക്സ്റ്റ് ആൻഡ് ഓൾസോ റെഫറൻസ് ഓപ്പറേറ്റർ. അർത്തമെറ്റിക് യൂസ് ഫോർ ദ ടെക്സ്റ്റ്, യൂസ് ഫോർ ജസ്റ്റ് ദ നമ്പേഴ്സ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്. ലോജിക്കലാണെങ്കിൽ ടെക്സ്റ്റിനെ കമ്പയർ ചെയ്യാനും നമ്പറിനെ കമ്പയർ ചെയ്യാനും, പക്ഷേ റിസൾട്ട്സ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും, ട്രൂ ഫോൾസ് എന്ന രീതിയിലായിരിക്കും. ദെൻ ടെക്സ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ 2 സിംഗിൾ സ്ട്രിങ്സ് ഓഫ് ടെക്സ്റ്റിനെ നമുക്ക് ഒറ്റ സിംഗിൾ
സ്ട്രെയിൻ ആക്കാൻ അല്ലെങ്കിൽ സിംഗിൾ ടെക്സ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ് എന്നത് അല്ലെങ്കിൽ ആംപേഴ്സാൻഡ് എന്ന ഓപ്പറേറ്ററാണ്. അതിനെയാണ് ടെക്സ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ആണ് റെഫറൻസ് ഓപ്പറേറ്റർ. റെഫറൻസ് ഓപ്പറേറ്റർ ആർ യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് കോലൻ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കോമ, അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്പേസ്, ഇതൊക്കെയാണ് നമ്മൾ റെഫറൻസ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി 4 types of operators ആണുള്ളത്. സോ ദ ക്യാൻ ബി എ ക്വസ്റ്റ്യൻ ലൈക്ക് വാട്ട് ആർ ദ മേജർ ഓപ്പറേറ്റേഴ്സ് ഇൻ സ്പ്രെഡ്ഷീറ്റ് ഓർ ഇൻ എക്സൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കമ്പനി ക്രിയേഷൻ. ഒരു കമ്പനി ക്രിയേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ടാലിയിൽ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും കമ്പനി ക്രിയേഷൻ അല്ലേ? അപ്പോൾ അതിൽ എങ്ങനെയാണ് ചെയ്യുക? സോ ഫ്രം ദ സ്റ്റാർട്ടപ്പ് സ്ക്രീൻ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് വൈസ് ആണ് ഇവിടെ പറഞ്ഞത്. സെലക്ട് ദ ക്രിയേറ്റ് കമ്പനി ആൻഡ് പ്രസ് എൻ്റർ കീ. ക്രിയേറ്റ് കമ്പനി കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ആൻഡ് ദ കമ്പനി ക്രിയേഷൻ സ്ക്രീൻ അപ്പിയർ വിത്ത് ദ മെനി ഫീൽഡ്സ്. ടൈപ്പ് ദ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്കൊരു കമ്പനി ഡീറ്റെയിൽസ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീൻ കിട്ടും. ആ സ്ക്രീനിൽ ഇതൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് വൺ ഇസ് ഡയറക്ടറി. സോ ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് ദ പാത്ത് ഓഫ് ദ ഡയറക്ടറീസ് ടു സേവ് ദ ഡേറ്റ. ഇതിനകത്ത് ഈ ടാലിയിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഡേറ്റയ്ക്ക് എവിടെ സേവ് ചെയ്യണം എന്ന് കൊടുക്കുന്നത് ഈ ഡയറക്ടറിലായിരിക്കണം. ആൻഡ് എ ഡീഫോൾട്ട് പാത്ത് അപ്പിയേഴ്സ് ഹിയർ. ഇഫ് യു വോണ്ട് ടു ചേഞ്ച് ഇറ്റ് യു ക്യാൻ ചേഞ്ച് ഇറ്റ്. ഒരു ഡീഫോൾട്ടായിട്ട് നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഏതൊരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാൻ പോകുമ്പോൾ അതിനകത്ത് ഒരു ഡോക്യുമെൻ്റ് ഏതെങ്കിലും ഓട്ടോമാറ്റിക്കലി അത് സി ഡ്രൈവിലേക്കോ ഡെസ്ക്ടോപ്പിലേക്കൊക്കെ ഓട്ടോമാറ്റിക്കലി സേവ്ഡ് എന്ന് കാണിക്കും, അല്ല സേവ് ആവാൻ വേണ്ടി കിടക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിന് ലൊക്കേഷൻ മാറ്റി നമ്മളുടെ ഫയലിലേക്ക് നമുക്ക് ബ്രൗസ് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഈ ഡയറക്ടറിയും ഒരു ഡീഫോൾട്ട് ഉണ്ടാവും, പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളിടത്തുകൊണ്ട് മാറ്റാൻ പറ്റും. ദെൻ സെക്കൻഡ് നെയിം. Here we want to type the name of a company and it appears automatically in all reports. ഈ ഒരു നെയിം തന്നെ എല്ലാ റിപ്പോർട്ടിലും ഈ കമ്പനിയുടെ പല ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് നമ്മൾ ഫൈനലി എടുക്കുന്നുണ്ടാവും റിപ്പോർട്ട് പ്രിൻറ്റിങ്ങിൽ. ആ റിപ്പോർട്ട്സ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റിലാണെങ്കിലും ട്രയൽ ബാലൻസിലാണെങ്കിലും ഓർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ ഈ പേര് തന്നെയായിരിക്കും വരുന്നത്. പിന്നെ മെയിലിംഗ് നെയിം, ദാറ്റ് ഈസ് ദ കമ്പനി നെയിം ആൻഡ് ദ മെയിലിംഗ് നെയിം ഷുഡ് ബി സെയിം. മെയിൽ ചെയ്യുമ്പോൾ മെയിലും അതുപോലെ കമ്പനിയുടെ പേരും ഒന്നായിരിക്കണം. ബട്ട് ടാലി അലൗസ് എ ഡിഫറെൻറ്റ് മെയിലിംഗ് നെയിം. പക്ഷേ യൂഷ്വലി അങ്ങനെയാണ്. നമ്മൾ ഒരു സാധനം അയക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പെർമനൻറ്റ് അഡ്രസ്സ്, ടെമ്പററി അഡ്രസ്സ് എന്ന 2 കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് അയച്ച് കിട്ടുന്ന സ്ഥലം ചിലപ്പോൾ നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് ആവില്ല, നമ്മളിപ്പോൾ തൽക്കാലം ഉള്ളതായിരിക്കും. അതുപോലെ കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് അങ്ങനെ എടുക്കാം. പക്ഷേ ടാലിയിൽ നമ്മൾ രണ്ടും ഡിഫറെൻറ്റ് കൊടുത്താലും ഒരു പ്രശ്നവുമില്ല. ടാലിയിൽ ഡിഫറെൻ്റ് ആകാം. ദർ ഇസ് നോ കമ്പൽസറി ദാറ്റ് ബോത്ത് ഷുഡ് ബി സെയിം. അതാണ് വേറെ ഒന്ന്. മെയിലിംഗ് അഡ്രസ്സ് നമുക്ക് എങ്ങോട്ടാണ് ഈ മെയിൽസ് ഒക്കെ കിട്ടുന്നത് അത്. പിന്നെ ടൈപ്പ് ഓഫ് ദി അഡ്രസ് ഡീറ്റെയിൽസ്. നമ്മൾ എന്ത് ടൈപ്പ് അഡ്രസ്സാണ് കൊടുക്കുന്നത് അത് മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ സ്റ്റാറ്റുറ്ററി കംപ്ലയൻസ് ഫോം. സ്റ്റാറ്റുറ്ററി കംപ്ലയൻസസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഏത് കൺട്രിയിലാണ് ഈ ഒരു കമ്പനി സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ കമ്പനി എന്ന് പറയുന്ന ഈ ടാലി ഓപ്പറേഷൻസ് നടക്കുന്ന കുറച്ച് കമ്പനീസിൽ അവർ ഒരു ലിസ്റ്റ് ഓഫ് കമ്പനീസ് കൺട്രീസ് ഇട്ടിട്ടുണ്ടാവും. അതിനകത്ത് നിന്ന് നമ്മുടെ കൺട്രി നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇന്ത്യയിലാണ് നമ്മുടെ കമ്പനി എങ്കിൽ വി വോണ്ട് ടു സെലക്ട് ഇറ്റ് ആസ് ഇന്ത്യ. ഇഫ് വി ആർ ലൊക്കേറ്റഡ് ഇൻ USA കമ്പനി ആണെങ്കിൽ വി വോണ്ട് ടു റൈറ്റ് ഇറ്റ് ആസ് USA. അതായിരിക്കും ആ ലിസ്റ്റിലുണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റിലാണോ അതോ ആ പ്രിഫേർഡ് ലിസ്റ്റിൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഇഫ് ഇറ്റ് ഇസ് കേരള വി വോണ്ട് ടു സെലക്ട് കേരള. ഇഫ് ഇറ്റ് ഇസ് ബീഹാർ വി വോണ്ട് ടു സെലക്ട് ദാറ്റ്. Based on the place at which that company is located, we want to select the locations like the country name and the state name. Then pin code. എല്ലാ അഡ്രസ്സിനും ഒരു പിൻ കോഡ് ഉണ്ട്. ആ കമ്പനിയുടെ പിൻ കോഡ് കൊടുക്കണം. ടെലിഫോൺ നമ്പർ നമ്മൾ കൊടുക്കണം. ഒരു ലാൻഡ് ലൈൻ നമ്പർ, ഫാക്സ് നമ്പർ അതെല്ലാം നമ്മൾ കൊടുത്തിരിക്കണം. ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിരിക്കണം. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്, റിപ്പോർട്ട്സ് ഒക്കെ കിട്ടണം. ഈ ടാലിയിൽ നിന്നുള്ള റിപ്പോർട്ട്സുകൾ ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും അങ്ങനെയുള്ള റിപ്പോർട്ട്സ് എല്ലാം നമുക്ക് മെയിൽ വഴിയായിരിക്കും കിട്ടുന്നത് ടാലിയിൽ നിന്ന്. അപ്പോൾ ആ ഒരു മെയിൽ സർവീസസിന് വേണ്ടി നമ്മൾ മെയിൽ ID പ്രൊവൈഡ് ചെയ്യണം. പിന്നെ കറൻസി സിമ്പിൾ. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഏത് കറൻസിയിലാണ്? ഇപ്പോൾ ഇന്ത്യൻ ആണെങ്കിൽ നമ്മൾ റുപ്പീസിലാണ് അല്ലേ, US ഡോളേഴ്സ് ആയിരിക്കും, സിംഗപ്പൂർ ആണെങ്കിൽ ഡോളേഴ്സ് ആയിരിക്കും, ദെൻ യൂറോപ്പ് കൺട്രീസ് ആണെങ്കിൽ യൂറോ ആയിരിക്കും. അങ്ങനെ ഏത് കൺട്രിയിലാണോ നമ്മുടെ കമ്പനി അതിനനുസരിച്ചുള്ള കറൻസിയും നമ്മളവിടെ കൊടുത്തിരിക്കണം. സോ ഇറ്റ് വിൽ ബി ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. എല്ലായിടത്തും ഉണ്ട് ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. ആ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ആ രീതിയിലായിരിക്കും. ഇപ്പോൾ ഡോളറിലാണെങ്കിൽ അങ്ങനെയായിരിക്കും വരുന്നത് റിസൾട്ടിൽ. ദെൻ മെയിൻറ്റെയിൻ. ദാറ്റ് ഇസ് ടാലി ഡിസ്പ്ലേസ് എ ഡ്രോപ്പ് ഡൗൺ ഫോർ ദി ടൈപ്പ് ഓഫ് കമ്പനി വിത്ത് 2 ഓപ്ഷൻസ്, അക്കൗണ്ട്സ് ഒള്ളി ആൻഡ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി. 2 രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട് ഒരു കമ്പനി അക്കൗണ്ടിന്. അക്കൗണ്ട്സ് ഒള്ളിയും അതുപോലെ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി. സോ ഇഫ് യുവർ കമ്പനി ഈസ് ഡീലിംഗ് വിത്ത് ദ ഫിസിക്കൽ ഗുഡ്സ് സെലക്ട് ദ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി. എന്തെങ്കിലും ഫിസിക്കൽ ഗുഡ്സ് ഉള്ളൊരു കമ്പനി ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അക്കൗണ്ട്സ് വിത്ത്
ഇൻവെൻട്രി ആയിരിക്കണം. ആൻഡ് ഇഫ് ദ ഫേം ഇസ് പ്രൊവൈഡിങ് സർവീസസ് ലൈക്ക് ലോയർ ഫേം, ഓഡിറ്റ് ഫേം, അതർ കൺസൾട്ടൻസി സർവീസ്, ദെൻ ക്ലബ് സൊസൈറ്റി, യു വോണ്ട് ടു സെലക്ട് ഓൺലി അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് ഉള്ളിൽ നിന്നുള്ള മാത്രമേ സെലക്ട് ചെയ്യേണ്ടുള്ളൂ. അവിടെ എന്താ ഫിസിക്കൽ ഗുഡ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇൻവെൻട്രി ഉള്ളത് കൺസെപ്റ്റ് നമ്മൾ എടുക്കേണ്ട. അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി എടുക്കേണ്ടതില്ല, ഒള്ളി അക്കൗണ്ട്സ് ആയിരിക്കും എടുക്കേണ്ടത്. അതാണ് നമ്മൾ ടാലിയിൽ വേറെ ഒന്നും എടുക്കേണ്ടത്. പിന്നെ ഫിനാൻഷ്യൽ ഇയർ, നമ്മളുടെ ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിൽ എന്താ 2021-22 എന്ന ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. 22 വരെ ഉണ്ടാവും. ഈ വർഷം ഏപ്രിൽ തൊട്ട് അടുത്ത വർഷം ഏപ്രിൽ വരെ അല്ലേ, അല്ലെങ്കിൽ മാർച്ച് തൊട്ട് ഏപ്രിൽ വരെ, ഏപ്രിൽ ടു മാർച്ച്, അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ 21-22 ആണ് ഈ വർഷത്തെ നമ്മൾ എടുക്കുക. അടുത്ത വർഷം ആകുമ്പോൾ 22-23 ആയിരിക്കും. അടുത്ത ഏപ്രിൽ 2022 തുടങ്ങുമ്പോൾ 22-23 എന്നതായിരിക്കും ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ബുക്സ് ബിഗിനിങ് ഫ്രം form, books beginning form. So here financial year is displayed at default. നമ്മൾ നേരത്തെ ഫിനാൻഷ്യൽ ഇയർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ഡിഫോൾട്ട് ആയിട്ട് വരും. ആൻഡ് ഇഫ് യു വോണ്ട് ടു ചേഞ്ച് ഇറ്റ് ടു സ്പെസിഫൈ ദ ആക്ച്വൽ ഡേറ്റ് ഓൺ വിച്ച് ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ബിഗിൻ. ചിലപ്പോൾ അന്ന് തന്നെ ആ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് തന്നെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് തുടങ്ങണമെന്നില്ല. അപ്പോൾ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേര് മാറ്റി കൊടുക്കാം. അതർവൈസ് ദ ഡിഫോൾട്ട് ഫിനാൻഷ്യൽ ഇയർ വിൽ ബി അപ്പിയറിംഗ് ഇൻ ദ ബുക്ക് ഫോം. ദെൻ ടാലി വാൾട്ട് പാസ്വേഡ്. ദെൻ വി വോണ്ട് ടു പ്രൊവൈഡ് എ പാസ്വേഡ്. എന്തിനും ഒരു പ്രൊട്ടക്ഷൻ വേണം. ഈ ടാലി ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ട്, കമ്പനിയെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട്, അതിൻ്റെ അക്കൗണ്ട്സ് ഫുള്ള്. സോ ദർ ഷുഡ് ബി എ വോൾട്ട് പാസ്വേഡ് ഷുഡ് ബി ദർ. യു വോണ്ട് ടു ഗീവ് ദാറ്റ്. ആൻഡ് ഇഫ് യു ആർ ബിഗിനർ ഇറ്റ് ഇസ് നോട്ട് അഡ്വൈസ് ടു ഗീവ് എ പാസ്വേഡ്. നമ്മൾ ബിഗിനർ ആകുമ്പം ടാലിയെ പറ്റി വലിയ നോളജ് ഒന്നും ഇല്ലാതെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതിന് പാസ്വേഡ് കൊടുക്കാത്തതാണ് നല്ലത്. വേറൊരാൾക്ക് റിട്രീവ് എടുക്കാനോ നമുക്ക് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാനോ ഒന്നും പറ്റാതെ വരും. ദെൻ യൂസ് സെക്യൂരിറ്റി കൺട്രോൾ, ദാറ്റ് ഇസ് സെറ്റ് എസ് ഇഫ് യു വോണ്ട് ടു സെറ്റ് എ റേഞ്ച് ഓഫ് സെക്യൂരിറ്റി കൺട്രോൾസ് ഫോർ മെനി യൂസേഴ്സ്. ഇപ്പോൾ 2-3 യൂസേഴ്സ് യൂസ് ചെയ്യേണ്ടത് ഈ ടാലി ഒറ്റ ഒരാളായിരിക്കില്ല. ഒരു അക്കൗണ്ടൻറ്റും ചിലപ്പോൾ ഒരു അസിസ്റ്റൻ്റ് അക്കൗണ്ടൻറ്റും ഓഡിറ്ററും കമ്പനിയുടെ സിഇഒയും ഒക്കെ നോക്കുന്നുണ്ടാവാം. അവരൊക്കെ ഇതിൽ നിന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ ആക്സസ് വേണമെങ്കിൽ അതിനനുസരിച്ചൊരു സെക്യൂരിറ്റി കൺട്രോൾ കൊടുക്കണം. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഫുൾഫിൽ ചെയ്താൽ മാത്രം ഇതിൻ്റെ പാസ്വേഡ് പഠിച്ച് കയറാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ ഒരു സെക്യൂരിറ്റി കൺട്രോൾ യൂസ് ചെയ്യാം. Then base currency information, that is it is the bottom of the company creation screen. നമുക്ക് കമ്പനി ക്രിയേഷൻ സ്ക്രീനിൻ്റെ ഏറ്റവും താഴെയായിട്ടുണ്ടാവും ബേസ് കറൻസി ഇൻഫർമേഷൻ. സോ ബേസ് കറൻസി ഈസ് എ കറൻസി ഇൻ വിച്ച് അക്കൗണ്ട് ഇസ് മെയിൻറ്റെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കറൻസി, അതേ കറൻസി തന്നെ നമ്മൾ ഏത് കൺട്രിയിലാണോ അവിടുത്തെ കറൻസി, ഏത് അക്കൗണ്ട് ഏത് കൺട്രിയുടെ ബേസിൽ വേണോ അത്. ഇപ്പം നമ്മൾ റൺ ചെയ്യുന്നത് ഒരു US കൺട്രിയിൽ ഉള്ള ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് മാത്രം നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഇന്ത്യയിലാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബേസ് കറൻസി എന്തായിരിക്കും? ഡോളർ ആയിരിക്കും. നമ്മളിവിടെ ഫിസിക്കലി നമ്മളിവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നെങ്കിലും വി ആർ വർക്കിംഗ് ഫോർ ദാറ്റ് കമ്പനി ഇൻ ദ US. സോ ദ കറൻസി ഷുഡ് ബി ഇൻ ഡോളർ ഇറ്റ് സെൽഫ്. അപ്പോൾ അതാണ് ബേസ് കറൻസി എന്നുള്ളത്. പിന്നെ ബേസ് കറൻസി സിമ്പിൾ, അത് നമ്മൾ റിപ്പോർട്ടിലെല്ലാം നമുക്ക് സിമ്പിൾ വേണം. ഡോളർ സൈൻ വേണ്ടി വരും, അതുപോലെ റുപ്പീസിൻ്റെ സൈൻ വേണ്ടി വരും. അങ്ങനെ റുപ്പീസിൻ്റെ സൈൻ ആണെങ്കിലും ഡോളർ ആണെങ്കിലും യൂറോ ആണെങ്കിലും yen ആണെങ്കിലും ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. എന്ത് കറൻസി സിമ്പിളാണ് യൂസ് ചെയ്യുന്നതെന്ന്. പിന്നെ ഫോർമൽ നെയിം, നമ്മുടെ കറൻസിക്ക് ഓരോന്നിനും പേരുണ്ട്. റുപ്പി അതല്ലെങ്കിൽ ഡോളർ, ആ നെയിമും നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ദ നമ്പർ ഓഫ് ഡെസിമൽ പോയിൻറ്റ്സ്. ഇപ്പോൾ നമ്മുടെ ബേസ് കറൻസിക്ക് ഒരു ഡെസിമൽ പോയിൻറ്റ് നമുക്കൊരു മാക്സിമം 2 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 100.00 എന്ന രീതിയിൽ റിസൾട്ട്സ് വരുമ്പോൾ ഇപ്പോൾ അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ഒരു 232.32 അങ്ങനെ 2 യൂണിറ്റിലാണ് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് വരുന്നത്. ഇനി നമുക്ക് യൂണിറ്റ്സ് കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്കിവിടെ കൊടുക്കാം. എത്ര ഡെസിമൽ പോയിൻറ്റ്സ് വരെ വേണം? 1 വേണോ, 2 വേണോ, 3 വേണോ, അതോ വേണ്ടേ ഡെസിമൽ പോയിൻറ്റ് 0 ആണോ, അത് നമുക്ക് മെൻഷൻ ചെയ്യാം. പിന്നെ ഷോ എമൗണ്ട്സ് ഇൻ മില്യൺസ്, ദാറ്റ് ഇസ് ഇറ്റ് ഇസ് യൂസ്ഫുൾ ഫോർ എ കമ്പനി വിച്ച് റിക്വയർ റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ മില്യൺ. ഇപ്പം മില്യണിലായിരിക്കും ഓട്ടോമാറ്റിക്കലി വരുന്നത്. ഓക്കെ, 0.13 മില്യൺ എന്ന രീതിയിൽ. അങ്ങനെയാണ് എല്ലാ കമ്പനികൾക്കും ആ ഒരു കൺസെപ്റ്റിലാണ് വേണ്ടത്. പക്ഷേ ഇനി നമുക്ക് മില്യണിൽ വേണ്ട എന്നതാണെങ്കിൽ വി ക്യാൻ ഗീവ് ഇറ്റ്, വി ക്യാൻ സെറ്റ് ദ ഡിഫോൾട്ട് ആസ് നോ, സോ യു ക്യാൻ ചേഞ്ച്. Then it's simple suffix to amount. By default it is no. നമുക്ക് എന്തെങ്കിലും എമൗണ്ട്, എന്തെങ്കിലും സിമ്പിൾസ് ഈ എമൗണ്ട്സിൻ്റെ കൂടെ കൊടുക്കണമെങ്കിൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് നോ കൊടുക്കണം. ദെൻ പുട്ട് എ സ്പേസ് ബിറ്റ്വീൻ ദ എമൗണ്ട് ആൻഡ് ദ സിമ്പിൾ. ഡിഫോൾട്ടിൽ എസ് ആണ്, എപ്പോഴും ഒരു സ്പേസ് ഉണ്ടാവും ദ എമൗണ്ടും അതുപോലെ അതിൻ്റെ സിമ്പിൾ. നമ്മൾ റുപ്പീസ് എന്ന് എഴുതി റുപ്പീസിൻ്റെ സിമ്പിളും എത്ര 100 റുപ്പീസ് ആണെങ്കിൽ റുപ്പി ഒരു സ്പേസ് 100 അങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. ഇനി നമുക്ക് സ്പേസ് വേണ്ടെങ്കിൽ എന്താ, നമുക്കത് മാറ്റാം. ഓക്കെ, ദെൻ സിമ്പിൾ ഫോർ ദ ഡെസിമൽ പോർഷൻ പൈസ അപ്പിയേഴ്സ് ദ. സിമ്പിൾ ഫോർ ഡെസിമൽ പോർഷൻ 0.00 എന്ന് പറയുന്നിടത്ത് പൈസ എത്ര പൈസ ഉണ്ടോ അതായിരിക്കും മെൻഷൻ ആവുന്നത്. ദെൻ ഡെസിമൽ പ്ലേസസ് ഫോർ ദ പ്രിൻറ്റിംഗ് എമൗണ്ട്സ്. യു ക്യാൻ സ്പെസിഫൈ നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ്സ് ഫോർ പ്രിൻറ്റിംഗ് ദ എമൗണ്ട്സ് ഇൻ വേർഡ്സ് 2 അപ്പിയേഴ്സ് ടു ബി ഫോൾട്ട്. നമ്മൾ പറഞ്ഞു പ്രിൻറ്റിംഗ് ഡിഫോൾട്ടായിട്ട് 2 ആയിരിക്കും ഡെസിമൽ പോയിന്റ്സ് വരുന്നത്, അത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് അബൌട്ട് ദ
കമ്പനി ഫോർമേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനി ക്രിയേഷൻ എങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാവുന്നത്, നിങ്ങൾക്ക് മാക്സിമം BC പാർട്ടിൽ നിങ്ങൾക്ക് വരാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും കമ്പനി ക്രിയേഷൻ എന്തായാലും പഠിക്കുക. ഇത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഒരു 19 പോയിൻറ്റ്സ് 24 പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. ഈ പോയിൻറ്റ്സ് എല്ലാം പഠിക്കുകയാണ്, പോയിൻറ്റ്സ് പഠിക്കുക, ബാക്കി ഉള്ളിലുള്ളത് നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും അല്ലേ. അപ്പം ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ഒന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. So we will be discussing what are the operators in Excel and what are the major points in creation of a company. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ള അല്ലെങ്കിൽ നമുക്കൊരു മേജർ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് എ വൗച്ചർ ആൻഡ് ഹൗ ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻസ് ഇൻ എ വൗച്ചർ. നമ്മുടെ ടാലിയിൽ വൗച്ചേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ വൗച്ചേഴ്സ് എങ്ങനെയാണ് നമ്മൾ ടാലിയിൽ കൊടുക്കുന്നത്, അപ്പോൾ അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് വൗച്ചേഴ്സ് ആണോ ഉള്ളത്, എങ്ങനെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ്. ഓക്കെ, സോ വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എമൗണ്ട് എന്ന കൺസെപ്റ്റിൽ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വൗച്ചേഴ്സ് ആയിട്ട് കൊടുക്കും അല്ലേ. സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കും. സോ ഒരു വൗച്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇത്രയാണ്. ഗേറ്റ് വേ ഓഫ് ദ ടാലി ആദ്യം എടുക്കുക, ടാലിയുടെ ഗേറ്റ് വേ എടുക്കുക, അവിടെ അക്കൗണ്ട്സ് ഇൻഫോർമേഷനിലേക്ക് പോവുക, എന്നിട്ട് ഇൻവെൻട്രി ഇൻഫോ, അതിനുശേഷം വൗച്ചർ ടൈപ്പ് ആൻഡ് ദെൻ വി വോണ്ട് ടു ക്രിയേറ്റ്. വൗച്ചർ ടൈപ്പ് എന്ന് പറയുമ്പോൾ ജനറൽ പ്രിൻറ്റിങ് അതുപോലെ വൗച്ചർ ക്ലാസ് കൊടുക്കണമായിരിക്കും. ഇത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ക്രിയേറ്റ് കൊടുക്കും. സോ ക്രിയേറ്റോടെ നമ്മൾ വൗച്ചർ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദ വൗച്ചേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ദിസ് ഇസ് എ വേ. ഫസ്റ്റ് ടാലി, ദ ജനറൽ ഗേറ്റ് വേ ഓഫ് ടാലി. സോ ഫസ്റ്റ് നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലി, അതിനുശേഷം അക്കൗണ്ട് ഇൻഫോയിലേക്ക് പോവുക, എന്നിട്ട് ഇൻവെൻട്രി ഇൻഫോ, ദെൻ വൗച്ചർ ടൈപ്പ് ആൻഡ് ക്രിയേറ്റ്. ഓക്കെ, അപ്പോൾ വൗച്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ് ദറ്റ് കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് ഇറ്റ്സ് റിക്വയർഡ് ഫോർ റെക്കോർഡിംഗ് ദ സെയിം ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി ഉള്ള ഫുൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്തൊക്കെ നടത്തി അതിനെ പറ്റിയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ്, അതിനെയാണ് നമ്മൾ വൗച്ചർ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ടാലി വൗച്ചറിലേക്ക് ട്രാൻസാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ടാലി വൗച്ചർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കമ്പനി തന്നെ ഡിപ്പിക്റ്റ് ചെയ്ത് തരും. എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിൽ അതെല്ലാം ഇൻക്ലൂഡ് ആവും അല്ലേ. നമ്മൾ വൗച്ചറിൽ ടാലി വൗച്ചേഴ്സിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റിഫ്ലക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് പേർപ്പസ് ഓഫ് വൗച്ചർ എൻട്രി ഇൻ ദ ടാലി ഓപ്പറേഷൻസ്. അപ്പോൾ കൂടുതൽ നമ്മൾ ടാലി ഇപ്പോൾ യൂസ് ചെയ്യുന്ന ERP 9 എന്ന സീരീസുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വൗച്ചർ. വൗച്ചേഴ്സ് നമുക്ക് ഓട്ടോമാറ്റിക് റെക്കോർഡിങ്ങും ചെയ്യാം, മാനുവൽ റെക്കോർഡിങ്ങും ചെയ്യാം. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ഫ്ലെക്സിബിളാണ്, നമ്മൾ നമ്പേഴ്സ് കൊടുത്ത് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. ഇനി മാനുവലി ആണ് നമ്മൾ എൻട്രി ചെയ്യുന്നതിനാണ് മാനുവൽ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂപ്ലിക്കേഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ ഓട്ടോമാറ്റിക് കൺസെപ്റ്റാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി ഈ ഒരു വൗച്ചർ എൻട്രി തന്നെ അല്ലെങ്കിൽ വൗച്ചേഴ്സിന് 2 സെപ്പറേറ്റ് ഓപ്ഷൻസ് വരാറുണ്ട്. പേറോൾ ആൻഡ് ഓർഡർ വൗച്ചേഴ്സ് എന്ന രീതിയിൽ. പേറോൾ അതുപോലെ ഓർഡർ വൗച്ചേഴ്സ്. ഈ പേറോൾ വൗച്ചേഴ്സ് നമ്മൾ എനേബിൾ ചെയ്യുന്ന F1 അക്കൗണ്ടിങ് ഫീച്ചേഴ്സിലൂടെയാണ്. എന്നാൽ ഓർഡർ വൗച്ചേഴ്സ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന F2 ഇൻവെൻട്രി ഫീച്ചേഴ്സിലൂടെയാണ്. ഇപ്പോൾ 2 രീതിയിലുള്ള വൗച്ചേഴ്സ് നമുക്ക് ഈ ടാലിയിൽ ചെയ്യാൻ പറ്റും, എൻട്രി ചെയ്യാൻ പറ്റും. പേറോൾ വൗച്ചേഴ്സും അതുപോലെ ഓർഡർ വൗച്ചേഴ്സും. പേറോൾ വൗച്ചേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, F1 അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എനേബിൾ ചെയ്യുന്നത്. ഓർഡർ വൗച്ചേഴ്സ് ആണെങ്കിൽ F2 ഇൻവെൻട്രി ഫീച്ചേഴ്സ് വെച്ചാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് എ കമ്പനി ഈസ് മെയിൻറ്റെയിൻ വിത്ത് അക്കൗണ്ട്സ് ഒൺലി കമ്പനി ആണെങ്കിൽ, അക്കൗണ്ട്സ് ഓൺലി എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഇൻവെൻട്രീസ് ഒന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇൻവെൻട്രി വൗച്ചേഴ്സ് ഒരിക്കലും ഉണ്ടാവില്ല. ആ കമ്പനി അക്കൗണ്ട്സ് ഓൺലി കമ്പനിയായിട്ട് നമ്മൾ കൊടുത്തു, കമ്പനി ക്രിയേഷൻ സമയത്ത് അങ്ങനെ കൊടുത്തു. 2 ഓപ്ഷൻ പറഞ്ഞില്ലേ, അക്കൗണ്ട്സ് ഓൺലി അല്ലെങ്കിൽ അക്കൗണ്ട്സ് ബൈ വിത്ത് ഇൻവെൻട്രി എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ കമ്പനിയിൽ നിന്ന് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇൻവെൻട്രി വൗച്ചേഴ്സ് ഒരിക്കലും ആ ട്രാൻസാക്ഷൻസിനുള്ളിൽ വരാറില്ല. അപ്പോൾ ഈ വൗച്ചേഴ്സ് തന്നെ അപ്പോൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഉണ്ട്, ഇൻവെൻട്രി വൗച്ചേഴ്സ് ഉണ്ട്, ദെൻ ഓപ്ഷണൽ ആൻഡ് നോൺ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഉണ്ട്, ഓർഡർ പ്രോസസ്സിംഗ് വൗച്ചേഴ്സ് ഉണ്ട്, അതുപോലെ അഡ്വാൻസ് വൗച്ചർ എൻട്രീസ് ഉണ്ട്. അപ്പോൾ ഈ പല രീതിയിൽ നമുക്ക് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എൻട്രി ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് നോക്കാം. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് തന്നെ പല ടൈപ്പിലാണ് വരുന്നത്. നമുക്ക് പ്രീ ഡിഫൈൻഡ് വൗച്ചേഴ്സ് ഉണ്ടാവും. ഈ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ തന്നെ പ്രീ ഡിഫൈൻഡ് വൗച്ചേഴ്സ് ഉണ്ടാവും, കോൺട്രാ എൻട്രി ഉണ്ടാവും, ദെൻ പേയ്മെൻറ്റ് എൻട്രി, റെസിപ്റ്റ് എൻട്രി, ദെൻ പർച്ചേസ് എൻട്രി, സെയിൽസ് എൻട്രി, ഡെബിറ്റ് നോട്ട് എൻട്രി, ക്രെഡിറ്റ് നോട്ട് എൻട്രി, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എൻട്രി, ദെൻ പ്രിന്റിംഗ് വൗച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദ ഡ്യൂ ഡേറ്റ്. അങ്ങനെ പല രീതിയിലുള്ള അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് ഈ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ നമ്മൾ
എൻട്രി ചെയ്യുക, ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആണ് സ്കിപ്പ് ഡേറ്റ് ഫീൽഡ് ഇൻ ക്രിയേഷൻ മോഡ്. ഫാസ്റ്റർ എൻട്രിക്ക് വേണ്ടിയിട്ട് സ്കിപ്പ് ഡേറ്റ് ഫീൽഡ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും ക്രിയേറ്റർ മോഡിൽ. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് കഴ്സർ സ്കിപ്പ് ചെയ്യാറുണ്ട് ഡേറ്റ് ഫീൽഡിനെ ഈ വൗച്ചർ ക്രിയേഷനിൽ. ഇനി സ്കിപ്പ് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മളതിന് നോ എന്ന ഓപ്ഷൻ കൊടുക്കേണ്ടി വരും. ഓക്കെ. പിന്നെ യൂസ് സിംഗിൾ എൻട്രി മോഡ് ഫോർ ദ പേയ്മെൻറ്റ് റിസീപ്റ്റ് ആൻഡ് കോൺട്രാ. ഈ കോൺട്രാ അതുപോലെ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് എൻട്രി അങ്ങനെയുള്ള വൗച്ചേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമുക്ക് സിംഗിൾ എൻട്രി മോഡ് വയ്ക്കാം. ഡീഫോൾട്ടായിട്ട് സിംഗിൾ എൻട്രി മോഡാണ്. ഇനി നമുക്ക് ഡബിൾ എൻട്രി മോഡ് വേണമെങ്കിൽ ഓപ്ഷൻ എന്താക്കാം, നോ ആക്കി കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് മാറും. പിന്നെ പേയ്മെൻറ്റ് ആൻഡ് റിസീവ് വൗച്ചേഴ്സ് ഉണ്ട്, റെസീപ്റ്റ് എൻട്രീസ് ഉണ്ടല്ലോ. ആ റെസീപ്റ്റ് എൻട്രീസിനെ നമുക്ക് ആസ് കോൺട്രാ ആയിട്ട് യൂസ് ചെയ്യാം. So by enabling this option you can enter contra in payment as well as receipt voucher. പിന്നെ use CR and DR instead of to or by during entry. നമുക്ക് ക്രെഡിറ്റ് ഡെബിറ്റ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ടു ആൻഡ് ഫ്രോ അല്ല, ടു ആൻഡ് ബൈ എന്ന കൺസെപ്റ്റിന് പകരം നമുക്ക് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് CR ബാർ DR യൂസ് ചെയ്യാവുന്നതാണ് വൗച്ചർ എൻട്രി സ്കീമിൽ. പിന്നെ വാൺ ഓൺ നെഗറ്റീവ് ക്യാഷ് ബാലൻസ്. ബൈ ഡീഫോൾട്ടിൽ ടാലി എപ്പോഴും നെഗറ്റീവ് ക്യാഷ് ബാലൻസ് ആണെങ്കിൽ ഒരു വാർണിംഗ് മെസ്സേജ് വരാറുണ്ട്. ഇനി നമുക്ക് നെഗറ്റീവ് ക്യാഷ് ബാലൻസ് എന്ന മെസ്സേജ് വരണ്ടെങ്കിൽ നമ്മളതിനകത്ത് നമ്മുടെ ഓപ്ഷൻ എന്ത് കൊടുക്കണം, നോ എന്ന് മാറ്റി കൊടുക്കുക, എൻട്രി നോ ആക്കുക. പിന്നെ പ്രീ അലോക്കേറ്റ് ബിൽസ് ഫോർ ദ പേയ്മെൻറ്റ് ഓർ റെസീപ്റ്റ്. ഈ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രീ അലോക്കേഷൻ ഉണ്ടാകും. ബിൽസ് എത്ര ലെഡ്ജർ എമൗണ്ട് ആണെന്ന് സ്പെസിഫൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബിൽ അലോക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. പ്രീ അലോക്കേഷൻ ഓഫ് ബില്ല്, പേയ്മെൻറ്റ് ചെയ്യാനുള്ള ബിൽസും അതുപോലെ റെസീപ്റ്റ് ചെയ്യാനുള്ള ബിൽസും പ്രീ അലോക്കേറ്റഡ് ആവും. പിന്നെ അലോ ക്യാഷ് അക്കൗണ്ട്സ് ഇൻ ലെഡ്ജർ, ഇൻ ജേർണൽ ആണ് കേട്ടോ. അലോ ക്യാഷ് അക്കൗണ്ട്സ് ഇൻ journal. That is, by enabling this option you can select the cash and also bank account in journal. journalile bank account cash നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അലോ ക്യാഷ് അക്കൗണ്ട്സിൽ ലെഡ്ജർ വഴി. പിന്നെ ഷോ ബാലൻസ് ആസ് ഓൺ വൗച്ചർ ഡേറ്റ്. ബൈ ഡീഫോൾട്ടിൽ നമുക്ക് ഈ കറണ്ട് ബാലൻസ് കാണിക്കാറുണ്ട്. ലാസ്റ്റ് വൗച്ചർ എൻട്രി ഡേറ്റിനനുസരിച്ച് ഒരു ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ എസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് വരും. ഇനി അത് വേണ്ട എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നോ എന്ന് കൊടുക്കണം. അതുപോലെ നമുക്കിപ്പോൾ ഫോറെക്സ് ഗെയിൻ ഓർ ലോസും ഉണ്ടെങ്കിൽ അതും നമുക്ക് എസ് ഓർ നോ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാതെ ഇരിക്കാം. അതുപോലെ ബിൽ വൈസ് ഡീറ്റെയിൽസ് ഷോ ചെയ്യാം. പിന്നെ വി ക്യാൻ ഷോ ഇൻവെൻട്രി ഡീറ്റെയിൽസ്, ഷോ ടേബിൾ ഓഫ് ബിൽസ് ഡീറ്റെയിൽസ് ഫോർ സെലക്ഷൻ, അതുപോലെ എക്സ്പാൻഡ് ഇൻ ടു മൾട്ടിപ്പിൾ ലൈൻസ്, അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് മാത്രമാണ് അക്കൗണ്ടിങ് വൗച്ചേഴ്സിന് ഉള്ള വൗച്ചർ എൻട്രീസ് പറഞ്ഞിരിക്കുന്നത്. സ്കിപ്പ് ഫീൽഡ് ഡേറ്റ്, then in creator mode, then use single entry mode, then use payment or receipt as contra, then use CR credit or debit instead of to and fro, then warn on negative cash balance, pre-allocate bills for payment or receipt, allow cash accounts in journal and show balance as on voucher date, then show forex balance as on voucher date, show ledger balance or ledger current balance, then show bill wise detail, show table of bill details, then show inventory details. അങ്ങനെയുള്ള പലതിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ്. അപ്പോൾ പല ടൈപ്പ് വൗച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് പറഞ്ഞു, അതുപോലെ ഇൻവെൻട്രി വൗച്ചേഴ്സ് പറഞ്ഞു അല്ലേ. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് F1 വെച്ചിട്ടാണ് നമ്മൾ എനേബിൾ ചെയ്യണത്. പേറോൾ വൗച്ചേഴ്സ് F1 അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് വെച്ച് നമ്മൾ എനേബിൾ ചെയ്യും. അതുപോലെ ഓർഡർ വൗച്ചേഴ്സ് ആണെങ്കിൽ F2 ഇൻവെൻട്രി ഫീച്ചേഴ്സ് വെച്ച് ചെയ്യും. അപ്പോൾ ഇൻവെൻട്രി വൗച്ചേഴ്സും ഉണ്ട്. ഇൻവെൻട്രി വൗച്ചേഴ്സിൽ എന്തൊക്കെയാണ് വരിക, റെസീപ്റ്റ് നോട്ട്, റിജക്ഷൻ ഇൻ, റിജക്ഷൻ ഔട്ട്, മെറ്റീരിയൽ ഇൻ, മെറ്റീരിയൽ ഔട്ട്, സ്റ്റോക്ക് ജേർണൽ, ഫിസിക്കൽ സ്റ്റോക്ക്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരും. അതുപോലെ ഓപ്ഷണൽ ആൻഡ് നോൺ അക്കൗണ്ടിങ് വൗച്ചേഴ്സിലാണെങ്കിൽ മെമ്മറാൻഡം വൗച്ചർ, ഓപ്ഷണൽ വൗച്ചർ, റിവേഴ്സിംഗ് ജേർണൽസ്, പോസ്റ്റ് ഡീറ്റെയിൽ വൗച്ചേഴ്സ്. ഓർഡർ പ്രോസസ്സിംഗ് ആണെങ്കിൽ എനേബിളിംഗ് ഓർഡർ പ്രോസസ്സിംഗ്, പർച്ചേസ് ഓർഡർ പ്രോസസ്സിംഗ്, ദെൻ സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ്, ജോബ് ഓർഡർ പ്രോസസ്സിംഗ്, അങ്ങനെ പല രീതിയിലുള്ള എൻട്രീസ് വരാറുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ അക്കൗണ്ടിങ് ആണ് ഇൻ ഡീറ്റെയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏതെങ്കിലും പോർഷൻ ഞാൻ വീഡിയോസ് ഇടണമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടാം. ഞാനത് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഡു വെൽ അറ്റ് ദ എക്സാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഐ ക്യാൻ ഗിവ് യു മോർ നോട്ട്സ് ഓൺ ദ സെയിം. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ട്സ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ഞാനത് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയച്ചു തരാം. ഓക്കെ. സോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. ഇതാണ് എൻ്റെ നമ്പർ, നിങ്ങൾക്ക് ഇതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം. ഡു വെൽ അറ്റ് ദ എക്സാം ടു. താങ്ക് യു.